ഇന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നേ. ഞാൻ നല്ല താമസിച്ചാണ് എഴുന്നേറ്റത്. കാരണം ചേച്ചിയുടെ മക്കളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടേ അമ്മ വന്നിട്ടുണ്ട്. അമ്മയും ചേച്ചിയും ചേട്ടനും പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ആളുള്ളപ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ അമ്മ ഉള്ളപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരാഴ്ച കൊണ്ടേ നല്ല മഴയായിരുന്നു. ഇപ്പം അത്യാവശ്യം മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് നിൽപ്പുണ്ട്. രാവിലെ ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് കാർട്ടൂൺ ഓടുന്നുണ്ട് രാവിലെ. എല്ലാ കാർട്ടൂണും ഇരുന്ന് കാണുവേ. രാവിലെ എഴുന്നേറ്റ് ഒരാൾ ഫോണിലും ഒരാൾ ടി വിയിൽ കാർട്ടൂണും കണ്ടിരിക്കുന്ന സീനാണ് ഇത്. എല്ലാ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ ഒരു ചാനലും കാണാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ലേ. അപ്പം ഇങ്ങനെ ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററാണ് സീമ ചേച്ചി. ശരിക്കും ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറയുന്നതിന് കഴിഞ്ഞും നമ്മളുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അതായത് ഹസ്ബൻഡ് ഫാമിലി സൈഡിൽ നിന്നുള്ള റിലേറ്റീവ് നിന്ന് അപ്പുറത്തേക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരാണ്. ഞാനും എൻ്റെ ചേച്ചിയാണുള്ളത്. അപ്പം നമ്മുടെ കൂട്ടത്തിലൊരാളായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരാളാണ് സീമ ചേച്ചി എന്ന് പറയുന്നത്. അങ്ങനെ ചേച്ചീനെ രാവിലെ വിളിച്ച് നമ്മൾ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തേ. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ എപ്പോൾ വന്നാലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴത്തേനും അവിടെ നിന്നുള്ള പോത്തും എല്ലും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അങ്ങനെ രാവിലെ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കത്തിക്കൊക്കെ പൊതുവെ മൂർച്ച കുറവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കത്തിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കത്തി ഒരു വാക്കത്തിയും വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇന്ന് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലും കപ്പയുണ്ട്. ചേച്ചിയുടെ ചേട്ടന് എല്ലും കപ്പ അങ്ങനത്തെ സാധനങ്ങൾ പൊതുവേ താല്പര്യമില്ല. അപ്പം ആൾക്ക് വേണ്ടിയിട്ടുള്ള ദോശയുണ്ട്, ദോശയും ചമ്മന്തി ഉണ്ടായിരുന്നേ. അങ്ങനെ രാവിലെ നമ്മുടെ 2ാമത്തെ ട്രിപ്പ് തേയിലയും അതേപോലെ തന്നെ കടുങ്കാപ്പി കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കപ്പ ഇളക്കാനായിട്ട് നമ്മുടെ അവിടെ ആണെങ്കിൽ കപ്പ തുടുപ്പുണ്ട്, നല്ല കാപ്പിമുട്ടിയൊക്കെ വെട്ടി വെച്ചേക്കുന്ന കപ്പ തുടുപ്പേ. ഇവിടെ തൽക്കാലം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇത് വെച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ റീസെല്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ പേജിലുണ്ട്. അങ്ങനെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയേ. എല്ലിങ്കപ്പ ഉണ്ടാക്കി, അതിൻ്റെ കൂട്ടത്തിൽ സവാള വെച്ചിട്ടുള്ള ഒരു സാലഡും കൂടെ ഉണ്ടാക്കി. രാവിലെ പിന്നെ തുണി അലക്കുന്ന സോപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി കടയിൽ പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് സർബത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയ ചക്കയാണ്. പ്ലാസ്റ്റിക് കവർ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് നല്ല ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ലാവശ്യമായിട്ട് തുണിയൊക്കെ കഴുകി എല്ലാം ചവിട്ടിയൊക്കെ പുറത്തിട്ട് ഉണക്കിയെടുത്ത്. അങ്ങനെ ഏകദേശം വൈകുന്നേരമായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ ഫേസ് പാക്കൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. നമുക്ക് ടൈം കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡോട്ട് ആൻഡ് കീയുടെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക്. മാമാർത്തിൻ്റെ ഈ താളിയുടെ കേരള താളിയുടെ ആണ് ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം തേച്ച് നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട്. സീമേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. വാച്ചാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ്. ഒരുപാട് ഡ്രസ്സുണ്ട്, ചെരുപ്പുണ്ട്. ചേച്ചി പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്ത് കൊടുക്കണം എന്നിങ്ങനെ നമ്മൾ കുറേ ആലോചിച്ചപ്പോഴത്തേക്ക് പിന്നെ വാച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാച്ച് മാത്രം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിക്ക് ഒരു കളർഫുൾ നൈറ്റിയും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനെയൊക്കെ നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു. വൈകുന്നേരത്തേക്കുള്ള ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ്. അവിടെ നമുക്ക് കുറച്ച് റംബൂട്ടാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചാമ്പങ്ങ ഉണ്ടായിരുന്നേ. വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴത്തേന് വെട്ടുകേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാരണ വരുമ്പോൾ വെട്ടുകേക്ക് കൊണ്ടുവരും, പിന്നെ വടിയും കൊണ്ടുവരുവേ. ഇപ്രാവശ്യം വെട്ടുകേക്ക് മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ പിള്ളേരെ എവിടെ നിന്നിട്ട് ചേച്ചിയുടെ മോളും ചേട്ടൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചാമ്പങ്ങയിൽ ഈ ഉപ്പും മുളക് പൊടിയൊക്കെ വെതറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവിടെ തട്ടിക്കൂട്ട് ക്രിക്കറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ റോഡുണ്ട്, സൈഡിലൊരു റോഡുണ്ട്. ഫ്രണ്ടിലത്തെ റോഡ് നിന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമാണ്. സീമേച്ചിയുടെ മോള് ഹോസ്റ്റലിലാണ്, ആൾ വന്നിട്ടുണ്ടായിരുന്നു. മോൻ ഇന്ന് ഫ്രീ ആണ്, ജോലിക്ക് പോകണ്ടായിരുന്നു. ചേച്ചിയുടെ 2 മക്കളെ രാവിലെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന്. ചേട്ടൻ്റെ മക്കളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിളക്ക് വെക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നേ. വിളക്ക് നമ്മളെ വീടിൻ്റെ പുറത്താണ് വെക്കുന്നത്. ഇങ്ങനെ ഒരു പലക വെച്ചിട്ട്, നമ്മുടെ അവിടെ കൊരണ്ടി എന്ന് പറയും, കൊരണ്ടി വെച്ചിട്ട് അതിലാണ് വിളക്ക് വെക്കുന്നത്. അകത്താകുമ്പോഴത്തേക്കിനും അതിൽ മുഴുവൻ പുക പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വിളക്ക് വെക്കുന്നത്. പിന്നെ ഒരു തൂക്കുവിളക്കുണ്ട്, അത് ഞാൻ പിന്നെ എന്നും കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ടായി പോകുമല്ലോ എന്ന് വിചാരിച്ച് അത് വെറുതെ തൂക്കിയിട്ടേക്കണാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അടുത്ത കാർട്ടൂൺ ഓടിക്കാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇരുന്ന് ലേസൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുത്തത്. ചേച്ചിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാര്യം
എന്ത് കൊടുത്താലും നമുക്ക് മതി വരത്തില്ല. കാര്യം നമ്മളൊന്ന് വിശന്നിരുന്നാൽ കൂടിയും നമ്മളത് പറയണതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ആളാണ്. നമുക്കൊരു സന്തോഷം വന്നാലോ സങ്കടം വന്നാലോ ഒക്കെ ഓടിച്ചെന്ന് പറയാൻ പറ്റുന്നൊരു സ്പേസാണ്. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ എപ്പോഴും പറയും, അതായത് നമ്മളിത്ര ദൂരത്ത് നിൽക്കുമ്പോഴത്തേനും അമ്മേനെയൊക്കെ പൊതുവേ അത്രയധികം മിസ് ചെയ്യാത്തതുകൊണ്ട് ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കാര്യം നമുക്ക് അത്രയും വലിയൊരു തണലാണ്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കിനും ഇങ്ങനെ ചേച്ചിക്കൊരു സന്തോഷമാണ്. അങ്ങനെ ചേച്ചി ഇമോഷണൽ ആവാൻ തുടങ്ങുന്ന സീനാണ്. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സോസ് കട്ട് തിന്നാണ് ദ്രോണയും അച്ചുവും കൂടിയേ. അങ്ങനെ നമ്മളിന്ന് കേക്ക് കട്ട് ചെയ്തു. നമ്മൾ 2 കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ബേക്ക്ഡ് ഇല്ലേ വഴിമുക്കിലുള്ള, അവിടെ നിന്നായിരുന്നു നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ദോശയും പോത്തുകറിയായിരുന്നേ.